യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവയ്ക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ആരാധന, മഹത്വം, 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 മഹത്വം. റോമ 3:25-26 വചനത്തിലൂടെ, 1 യോഹന്നാൻ 1:7 എഫേഷ്യൻസ് 1:7 ഹെബ്രായർ 9:14 ഹെബ്രായർ 12:14 ഹെബ്രായർ 13:20-21 വചനത്തിലൂടെ, 1 പത്രോസ് 1:18 വെളിപാട് 12:11 തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്ന ഈശോയെ, അവിടുത്തെ സംരക്ഷണമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആബപിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 ഈശോയുടെ പ്രകാശത്താൽ യോഹന്നാൻ 8:12 ഏശയ്യാ 10:17 ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താലും, ബാറൂഖ് 4:1-2 വെളിപാട് 12:1-2 അമ്മമാതാവിന്റെ പ്രകാശത്താലും, എല്ലാ വിശുദ്ധരുടെയും പ്രകാശത്താൽ ഹെബ്രായർ 1:7 ഈശോയെ ഞങ്ങൾ വലയം ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊളോസ്യസ് 2:5 എല്ലാ വിശുദ്ധരുടെ സാന്നിധ്യവും മധ്യസ്ഥവും മാതൃകയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അവരോട് സ്തുതിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധനായ ശർബാലിനോട് ചേർന്ന് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, സെന്റ് ആന്റണിയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസയോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് വിൻസനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ കരുണയായിരിക്കണമേ, ഈശോയെ കരുണയായിരിക്കണമേ. സ്തുതിക്കുന്നു. യേശുവേ, മഹത്വം, 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 മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്രിയ 2:5 സക്രിയ 9:8 സങ്കീർത്തനം 147:13 അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വചനത്തിലൂടെയും അപ്പോസ്തലർ 4:12 ഈശോയുടെ നാമത്താൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏശയ്യാ 22:22 ജോബ് 12:14 വെളിപാട് 3:7 മത്തായി 8:16 സങ്കീർത്തനം 107:20-21 മത്തായി 16:19 യോഹന്നാൻ 20:23 വചനത്തിലൂടെയും ഈശോയെ അതിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10 1 യോഹന്നാൻ 3:8 പ്രത്യേക കൃപയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് എഫേസസ് 2:2 എഫേസസ് 5:6 ഏശയ്യാ 30:1 നിയമാവർത്തനം 21:20 1 സാമുവേൽ 15:23 അനുസരണക്കേടിന്റെ അരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെഞ്ചുറീസ് ഫൈറ്റിംഗ് സ്പിരിറ്റുകളെ എഫേഷ്യൻസ് 3:5 തലമുറകളിലൂടെ കടന്നു വരുന്ന അരൂപികളെ സങ്കീർത്തനം 55:5 ബാറൂഖ് 4:35 തലമുറകളായിട്ടും കാലങ്ങളായിട്ടും വിട്ടുപോകത്ത അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ കരുണയായിരിക്കണമേ, ഈശോയെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ആരാധന, മഹത്വം, 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 മഹത്വം. ജെറമ്യാ 6:10 ജോബ് 21:14 സക്രിയ 7:12 ഹെബ്രായർ 5
ഹെബ്രായർ 3:8, ഹെബ്രായർ 4:7 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 8:12 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 7:1, റോമ 2:1, യാക്കോബ് 4:11-12 വചനത്തിലൂടെ യേശുനാമത്തിൽ എല്ലാവരും വിധിക്കുന്ന സ്വഭാവത്തിന്റെ അരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. കുറ്റാരോപണത്തിന്റെ അരൂപികളെ സക്രിയ 3:1 വെളിപാട് 12:10 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോബ് 20:12-15 വരെയുള്ള വചനത്തിലൂടെ, റോമ 3:13-14 വചനത്തിലൂടെ സർപ്പവിഷത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ആശയക്കുഴപ്പത്തിന്റെ അരൂപികളെ ഏഷ്യ 19:14 പ്രഭാഷകൻ 3:24 അതിലൂടെ കടന്നു വരുന്ന തെറ്റായ തീരുമാനങ്ങളെ ഉൽപ്പത്തി 3:6 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. സകലവിധ മന്ത്രവാദ സ്വാധീനങ്ങളെ ലേവ്യർ 19:31 ഏഷ്യ 34:14 എസെക്കിയേൽ 13:20 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ 13:10 യോഹന്നാൻ 8:44 1 രാജാക്കന്മാർ 22:22 ജ്ഞാനം 2:11 നുണയുടെ ദുരാത്മാവിനെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മദ്യപാന ആസക്തിയെ ഏഷ്യ 28:7 ഏഷ്യ 5:12 സുഭാഷിതം 23:29-35 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചേക്കുന്ന എല്ലാ തരത്തിലുള്ള സാത്താനിക പൂജകളെയും എതിർ പ്രാർത്ഥനകളെയും വെളിപാട് 2:9 വെളിപാട് 3:9 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. യേശുനാമത്തിൽ അഹങ്കാരത്തിന്റെ സ്വാധീനങ്ങളെ ജെറമ്യ 50:31 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാപട്യത്തിന്റെ സ്വാധീനങ്ങൾ യേശോയെ മത്തായി 24:51 മത്തായി 23:13-29 വരെയുള്ള വചനത്തിലൂടെ 1 പത്രോസ് 2:1 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. യേശോയെ ഇടപെടലിലൂടെ കടന്നു വരുന്ന അരൂപികളെ 1 കൊരിന്ത്യർ 15:33 ജ്ഞാനം 4:12 സങ്കീർത്തനം 50:18 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. എഫേസ്യർ 6:10-12 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. വ്യത്യസ്ത അരൂപികൾ വ്യത്യസ്ത സുവിശേഷ പ്രഘോഷണങ്ങളെ ഗലാത്യ 1:6-7 വചനത്തിലൂടെയും 2 കൊരിന്ത്യർ 11:4-5 വചനത്തിലൂടെയും 2 കൊരിന്ത്യർ 11:3 2 കൊരിന്ത്യർ 11:14-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വ്യാജ പ്രവാചകരുടെ സ്വാധീനങ്ങളെ, വ്യാജ അടയാളങ്ങൾ, ദർശനങ്ങളുടെ, സ്വപ്നങ്ങളുടെ സ്വാധീനങ്ങളെ എസെക്കിയേൽ 17:1-10 വരെയുള്ള വചനത്തിലൂടെയും വെളിപാട് 16:13-14 വചനത്തിലൂടെയും മത്തായി 24:24 ജെറമ്യ 14:14 അപ്പോസ്തലന്മാരുടെ 16:16 എസെക്കിയേൽ 22:28 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. മിഥ്യാബോധ അരൂപികളെ 2 തെസ്സലോനിക്കർ 2:11 ആത്മഹത്യ അരൂപികളെ തോപിക്ക് 3:8 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള ചിത്ത ബ്രഹ്മം ഭ്രാന്ത് അതിന്റെ പുറകെയുള്ള അരൂപികളെ ജെറമ്യ 25:16 നിയമാവർത്തനം 28:28 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ അവിടുത്തെ സ്നേഹത്താൽ നിങ്ങൾ നിരക്കണമേ. റോമാഞ്ചന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നോമ്പുകാലത്തിൽ ഉപവാസ ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഈ നോമ്പുകാലത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈശോയെ
ഈ നാളുകളെ ഞങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ. അതിലൂടെ അങ്ങയുടെ ശക്തമായ ഉപകരണങ്ങളായി ഞങ്ങൾ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ, സാക്ഷികളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേ ലൂയ, ഹാലേ ലൂയ. സംക്രിയ 12:10 കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേ ലൂയ, 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 ഹാലേ ലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏശയ്യാ 66:2. ഏശയ്യാ 66:2. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായി സ്തുതിയും എന്റെ വചനം ശ്രമിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മീയ ജീവിതത്തിലെ ആരാധന ക്രമത്തിലൂടെ നാം നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാലത്തില് നാം ഉപവാസ ജീവിത ശൈലി എന്നൊരു വിഷയത്തെ കുറിച്ചാണ് ധ്യാനിക്കുക. ഉൽപ്പത്തി 2:16-17. ഉൽപ്പത്തി 2:16-17. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഉപവാസ ചൈതന്യത്തിന്റെ ഒരു കൽപ്പന പോലെയാണ് ഈ വചനത്തെ നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യ മനുഷ്യർ ഇതിനെ എന്തുകൊണ്ട് ഗൗരവമായിട്ട് എടുത്തില്ല? അതിന്റെ കാരണം നമുക്ക് ഉൽപ്പത്തി 3:6 വായിക്കാൻ സാധിക്കുക. ഉൽപ്പത്തി 3:6. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, കർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉപവാസ ജീവിത ശൈലിയില് ശ്രദ്ധിക്കേണ്ട 3 മേഖലകളാണ് ദൈവം ഇവിടെ വെളിപ്പെടുത്തുക. ആദ്യത്തെ മേഖല, പഴം ആസ്വാദ്യമാകുന്നത് നമ്മൾ സ്വീകരിക്കുന്ന പ്രബോധനങ്ങൾക്കനുസൃതമാണ് ആത്മീയ ജീവിതത്തിൽ. 2 തിമോത്തി 4:3. 2 തിമോത്തി 4:3. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു. ഏശയ്യാ 30:10. ഏശയ്യാ 30:10. ദർശിക്കരുത് എന്ന ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മറിച്ച് കേൾക്കാൻ ഇമ്പമുള്ളതും വിധിയായിട്ടുള്ളതും മാത്രം പറയുക. ഈ ആസ്വാദ്യമായ പ്രബോധനത്തിന്റെ പുറകെ പോകുന്നത് ഒരു സുഖലോലുപതയുടെ ലക്ഷണമാണ്. അതിനാൽ തന്നെ വളരെ ദൈവം ആഗ്രഹിക്കുന്ന വെല്ലുവിളികളൊന്നും സ്വീകരിക്കാൻ സന്നദ്ധയില്ലാതെ വരുമ്പോൾ ഈ ആസ്വാദ്യമായ കാര്യങ്ങളുടെ പുറകെ പോകുന്നതുകൊണ്ട് ഈശോയാണ് ഉപേക്ഷിക്കുക. അതാണ് യോഹന്നാൻ 6:60 നാം വായിക്കുക. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്കും കഴിയും. ഈശോ ഉപവാസ ചൈതന്യത്തിലേക്ക്, ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരുന്നത് മത്തായി 7:14 ഒരു യാത്രയിലൂടെയാണ്. മത്തായി 7:14. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. പ്രഭാഷകൻ 4:17. പ്രഭാഷകൻ 4:17. ആദ്യം അവനെ ഇഷ്ടമാർഗത്തിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ധീരത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും.
ലൂക്ക 13:24. ലൂക്ക 13:24. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച് ജീവിക്കുക എന്നുള്ളതൊരു ഇടുങ്ങിയ പാതയാണ്. അതിനു പകരം പുതിയത് കേട്ട് നടക്കാനുള്ള ഒരു പ്രവണത വചനത്തിൽ വരുന്നവരിൽ കുറെ പേരിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പസ്തല നടപടി 17:21. അപ്പസ്തോല നടപടി 17:21. എല്ലാ ആദർശുകാർക്കും അവിടെ താമസിക്കുന്ന വിദേശികൾക്കും പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. നല്ലതെന്ന് വെച്ച് അങ്ങനെ പുറപ്പെട്ട പല ദൈവ മക്കളും കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ട് മറ്റ് സംവിധാനങ്ങളിലേക്ക് ചെന്നുപെടുന്നുണ്ട്. അത് പ്രബോധനത്തിന്റെ സ്വാധീനങ്ങൾ കൊണ്ടാണ്. ഹെബ്രായർ 13:9. ഹെബ്രായർ 13:9. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഹിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. ആസ്വാദ്യമായി കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചില തത്വശാസ്ത്രങ്ങളിലേക്കും മനസ്സ് വ്യതിചലിച്ചു പോകും. കൊളോസസ് 2:8. കൊളോസസ് 2:8. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 തിമോത്തി 6:20-21. 1 തിമോത്തി 6:20-21. അല്ലയോ തിമോത്തിയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികളായ വ്യക്തഭാഷണത്തിൽ നിന്നും വിജ്ഞാന ആഭാസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ ഒരു മേഖലയാണ് കണ്ണിന് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക എന്നത്. കാണുന്നതിലുള്ള ഒരു ആകർഷണം, ആ ആകർഷിക്കപ്പെടുന്ന ഇതിലേക്കുള്ള വ്യതിചലനം. ജ്ഞാനം 13:7. ജ്ഞാനം 13:7. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. എസെക്കിയേൽ 20:7. എസെക്കിയേൽ 20:7. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും എറിഞ്ഞു കളയണം. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളിൽ ആരും അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. 1 യോഹന്നാൻ 2:16. 1 യോഹന്നാൻ 2:16. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിന്റേതല്ല, പ്രത്യുത ലോകത്തിന്റേതാണ്. 2 പത്രോസ് 2:14. 2 പത്രോസ് 2:14. വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ. അവർ ചഞ്ചല മനസ്കരെ വശീകരിക്കുന്നു. അവർ അത്യാഗ്രഹത്തിൽ തടക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിന്റെ സന്തതികളുമാണ്. ദാനിയേൽ 13:8-14 വരെ വന്നു. ദാനിയേൽ 13:8-14. എല്ലാ ദിവസവും അവളെ ഈ 2 ശ്രേഷ്ഠന്മാരും കാണാറുണ്ട്. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. അവർ വിവേകശൂന്യരായി ദൈവവിചാരം ധർമ്മബോധവും കൈവടിഞ്ഞു. അവളോടുള്ള അത്യാസക്തി അവർ ഇരുവരെയും കീഴടക്കി. പക്ഷേ തങ്ങളുടെ മനോവ്യഥ അവർ പരസ്പരം പറഞ്ഞില്ല.
അവളെ പ്രാപിക്കുവാനുള്ള ആസക്തി വെളിപ്പെടുത്തുവാൻ അവർ ലക്ഷിച്ചു. എന്നാൽ ദിനം തോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവർ അന്യോന്യം പറഞ്ഞു, ഭക്ഷണ സമയമായി, നമുക്ക് വീട്ടിലേക്ക് പോകാം. പുറത്തിറങ്ങിയ അവർ രണ്ടു വഴിക്ക് പോയി. എന്നാൽ മടങ്ങി വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടി. ഇരുവരും കാരണം പറയുവാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി. അവളെ തനിച്ച് കണ്ടുമുട്ടാവുന്ന ഒരു സമയം അവർ പറഞ്ഞു നോക്കി. മത്തായി 5:28. മത്തായി 5:28. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പ്രഭാഷകൻ 9:8. പ്രഭാഷകൻ 9:8. രൂപവതിയിൽ കണ്ണുപതിയരുത്, മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത്. സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വികാരം അഗ്നി പോലെ ആളിറങ്ങുന്നു. അതുകൊണ്ടാണ് ഈ കണ്ണിന്മേലൊരു ഉടമ്പടി വേണം, വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. അതാണ് നോമ്പുകാല ഉപവാസ ചൈതന്യം. ജോബ് 31:1. ജോബ് 31:1. ഞാൻ എന്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. ഏഷ്യ 33:15. ഏഷ്യ 33:15. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊട്ടുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ഉന്നതങ്ങളിൽ വസിക്കാനുള്ള ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. അതിനാൽ തന്നെ കണ്ണ് തിന്മ ദർശിക്കരുത്. തിന്മ ദർശിച്ച കണ്ണുകൊണ്ട് സ്വർഗീയ ദർശനങ്ങൾ കാണാൻ സാധിക്കില്ല. കാരണം ലോകാരൂപി കണ്ണുകളിലൂടെ കയറും. പിന്നെ ദൈവ സൗഹാർദ്ദം ഉണ്ടാകില്ല. യാക്കോബ് 4:4. യാക്കോബ് 4:4. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന് മിത്രമാകുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാകും. റോമ 8:7. റോമ 8:7. ജനിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടുവാൻ അത് സാധിക്കുകയില്ല. മൂന്നാമത്തെ മേഖല ഉപവാസ ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ടത് അറിവുകളുടെ പുറകെ പോകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ തലങ്ങള് തകരുന്ന അവസ്ഥയിലേക്ക് കാരണമാകുന്ന ചില കാര്യങ്ങളാണ്. 1 കൊറിന്തോസ് 8:1. 1 കൊറിന്തോസ് 8:1. ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റി പറയാം. ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. ഇന്ന് മനുഷ്യൻ നേടുന്ന അറിവ് എന്തിലേക്കാണ് അവരെ സമർത്ഥരാക്കുന്നത്? ജെറമ്യ 4:22. ജെറമ്യ 4:22. എന്നാൽ എന്റെ ജനം വ്യക്തികളാണ്, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്, അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല. തിന്മ പ്രവർത്തിക്കുവാൻ അവർ സമർത്ഥരാണ്, നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. ദൈവിക ജ്ഞാനം ഇല്ലാതെ വരുമ്പോൾ തിന്മ ചെയ്യാൻ സമർത്ഥരായി മാറാനില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നേടുന്ന ഏതറിവും അപൂർണമെന്ന് 1 കൊറിന്തോസ് 13:9 നാം മനസ്സിലാക്കുന്നത്. 1 കൊറിന്തോസ് 13:9. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. അതുകൊണ്ട് തന്നെ നാം എന്തൊക്കെയാണെന്നുള്ളൊരു മിഥ്യാബോധത്തിൽ നിന്ന് പുറത്തു കിടക്കണം. അറിവിന്റെ മിഥ്യാബോധത്തിൽ നിന്ന്. ജെറമ്യ 9:23. ജെറമ്യ 9:23. കർത്താവ് അരുളി ചെയ്യുന്നു,
ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. റോമ 12:3. റോമ 12:3. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതരായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുമേ. ഗലാത്യ 6:3. ഗലാത്യ 6:3. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കും. 1 കൊറിന്തോസ് 4:7. 1 കൊറിന്തോസ് 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കും? ഈ അഹങ്കാരമാണ് ചിലപ്പോഴൊക്കെ നിയമ പ്രബോധകരാകാനുള്ള ഒരു അറിവുണ്ടെന്നുള്ള ഒരു അഹന്തയിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ. 1 തിമോത്തി 1:6-7. 1 തിമോത്തി 1:6-7. ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചരിച്ച് അർത്ഥശൂന്യമായി ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം. എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിയില്ല. ഗലാത്യ 2:6. ഗലാത്യ 2:6. തങ്ങൾ എന്തുവാണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ദൈവം ഒന്നും നോക്കുന്നവനല്ലോ. ഏഷ്യ 66:2 ചൈതന്യത്തിലേക്കാണ് ഉപവാസകാല വിളി. പൂർണ്ണതയിലേക്കാണ് നമ്മുടെ നോട്ടം. ആ പൂർണ്ണത സ്വീകരിക്കുമ്പോഴാണ് ഈ അപൂർണമായ അറിവുകൾ മാറി ദൈവിക ജ്ഞാനം കൊണ്ട് പൂരിതരാകുന്നത്. 1 കൊറിന്തോസ് 13:10. 1 കൊറിന്തോസ് 13:10. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. കൊളോസസ് 2:3. കൊളോസോസ് 2:3. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും വിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. 1 കൊറിന്തോസ് 1:24. 1 കൊറിന്തോസ് 1:24. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീസുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അല്പം വചനം അറിയും എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ചെറിയൊരു ആത്മീയ തലത്തിലേക്ക് ഉയർന്നെന്ന് വെച്ച് പല ദൈവമക്കളും അവർക്കുള്ള ആ ഒരു നിലയെ കുറിച്ച് തന്നെ പരീക്ഷീയ മനോഭാവത്തോടുകൂടി ഒരു ജീവിത അഹന്ത കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്ന എന്താ? അതാണ് വെളിപാട് 3:17 നാം വായിക്കാൻ സാധിക്കുക. വെളിപാട് 3:17. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല. അന്ധത അറിയാതെ പോകുകയാണ് ഇങ്ങനെ ഒരു മറ്റുള്ളവരെ പുച്ഛത്തോടു കൂടി നമുക്കുള്ള ചില പാരമ്പര്യ സ്വാധീനങ്ങളും അല്ലെങ്കിൽ ചില ആത്മീയ അറിവുകൾ വെച്ച് നമ്മളിലേക്ക് കടന്നു വരുന്ന അവസ്ഥയെക്കുറിച്ച് അറിയാതെ തന്നെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്. അതാണ് യോഹന്നാൻ 9:40-41 നാം വായിക്കുക. യോഹന്നാൻ 9:40-41. അവന്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദൈവമഹത്വത്തിൽ നിന്ന് മാറി സ്വന്തം മഹത്വം അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ അന്ധത കയറി വരുന്നത്. അതാണ് റോമ 1:21 നാം വായിക്കുന്നത്. റോമ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല.
മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്യും. ഇത്തരം അന്ധത നമ്മളിൽ ഉണ്ടോ എന്നറിയാൻ 3 മേഖലകളിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മശോധന ചെയ്യണം. ആദ്യം, നാം നമ്മെ തന്നെ ദൈവികമല്ലാത്ത രീതിയിൽ അനുഗ്രഹിക്കുന്നവരാണോ? നിയമാവർത്തനം 29:19. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ മുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും. സംഭാഷണത്തില് കൂടുതൽ ഞാൻ എന്ന് കാണാൻ ഏശയ 14:13-14 വചനത്തിൽ എത്ര ഞാൻ എന്നുള്ള പദമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഏശയ്യ 14:13-14. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്വയം ഇങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സെൽഫ് ഗ്ലോറി. യോഹന്നാൻ 7:17-18. യോഹന്നാൻ 7:17-18. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. മൂന്നാമത്തെ ഒരു പ്രത്യേകത, മറ്റുള്ളവരെല്ലാം തരംതാന്ന് കണ്ട് സ്വയം ഇങ്ങനെ നീതീകരിച്ച് നടക്കുന്ന ഒരു സ്വഭാവ പ്രത്യേകത. അത് ജീവിത അന്ധതയിൽ നിന്ന് വരുന്നു. 1 യോഹന്നാൻ 1:10. 1 യോഹന്നാൻ 1:10. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവരാണ്, അവന്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയില്ല. ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ലൂസിഫറിനെ ആരാണ് പ്രലോഭിപ്പിച്ചത്? നാം പറയുന്നുണ്ട് നമ്മെ പ്രലോഭിപ്പിക്കുന്നത് പിശാചാണ്. പിശാചിനെ ആരാണ് പ്രലോഭിപ്പിച്ചത്? ഒബേദിയ 1:3. ഒബേദിയ 1:3. പാറപ്പിളർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന വനമുകളിൽ ആസ്ഥാനമുറപ്പിച്ചവളും ആർക്കെന്നെ താഴെ ഇറക്കാനാവും എന്ന് ഹൃദയത്തിൽ പറയുന്നവളും ആയ നിന്റെ അഹങ്കാരം നിന്നെ വായിച്ചിരിക്കുന്നു. ലൂക്ക 1:51. ലൂക്ക 1:51. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ഉപവാസ കാലത്തിന്റെ ഒരു സമയത്ത് നാം കടന്നു പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നെഹെമിയയുടെ പുസ്തകത്തിലൂടെ നമുക്കൊന്ന് ധ്യാനിക്കാം. നെഹെമിയ 1:2-4 വരെയുള്ള വചനങ്ങൾ. നെഹെമിയ 1:2-4. എന്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദയായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ കൂട്ടായ്മകള് വെറും ഒരു സാധാരണ കൂട്ടായ്മകളുമാണ്. വെറുതെ കാണുമ്പോ ഹായ് എന്ന് പറഞ്ഞു, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ബായ് എന്ന് പറഞ്ഞു,
അങ്ങനെ ഒരു ഉപരിവിപ്ലവമായ ഒരു ജീവിത ശൈലിയാണെങ്കിൽ നമ്മൾ നോമ്പ് കാലത്തിന് ഉപവാസ ചൈതന്യത്തിലേക്കല്ല നീങ്ങുന്നത്. പിന്നെ വേറൊരു രീതിയാണ്, അതാണ് നെഹെമിയ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു സമർപ്പണത്തിന്റെ ഭാവം. ഈ മനുഷ്യൻ സ്വന്തം സഹോദരങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ആഗ്രഹിച്ചിട്ട് ഇന്ന് എത്ര പേര് ശരിക്കും ഇങ്ങനെ ആരായുന്നുണ്ട്, സഹോദരന്റെ അവസ്ഥ എന്താണ്, അവന്റെ ആത്മീയ അവസ്ഥ എങ്ങനെയാണ്, അവൻ കഷ്ടതയിലാണോ, അപമാനത്തിലാണോ, അവന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിന്റെ മതിലുകള് വീണിട്ടുണ്ടോ, അതിങ്ങനെ അതേപടി കെടുക്കുകയാണോ, ഇതൊക്കെ നമ്മുടെ ആത്മാവിലുണ്ടോ? ഇനി നമ്മുടെ ആത്മാവിന്റെ മതിലുകള് പൊളിഞ്ഞിട്ടുണ്ടോ? കവാടം എങ്ങനെയാണ്? നമുക്ക് ആത്മീയ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യമുണ്ടോ? കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നെഹെമിയ എന്താ ചെയ്തത്? അതാണ് നമുക്ക് നെഹെമിയ 1:4 വായിക്കാൻ സാധിക്കുക. അതായത് ആ മനുഷ്യന് സഹാനുഭൂതിയും ഉണ്ട്. അതുകൊണ്ടാണ് കുറേ നേരം ഇത് കരഞ്ഞു. നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ നോമ്പ് കാലത്ത് പീഡിപ്പിക്കുമോ, കരയുമോ? അതാണെങ്കിൽ നമ്മളുടെ ആത്മീയതയുണ്ട്. നാം ദിവസങ്ങളോളം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുമോ? നാം ഇന്ന് സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ചും ഒക്കെ പലതും കേൾക്കുന്നത്. പക്ഷെ നമ്മുടെ കണ്ണുനീര് കർത്താവിന്റെ സന്നിധിയിൽ അതിനുവേണ്ടി ഒഴുകിയിട്ടുണ്ടോ? എങ്കിൽ നമ്മിൽ ദൈവസ്നേഹമുണ്ട്, സഹോദര സ്നേഹമുണ്ട്. ഇല്ലെങ്കിൽ അതും നമ്മളിൽ കാണാൻ സാധിക്കും. കുറ്റാരോപണം. സ്നേഹമുള്ള സ്ഥലത്ത് കുറ്റാരോപണം ഉണ്ടാകും. സ്നേഹമില്ലാത്തവന്റെ പങ്ക് പിശാചിനോടാണ്. പിശാചിന്റെ ദൗത്യമാണ് കുറ്റാരോപണം. നമ്മളിൽ കുറ്റാരോപണത്തിന്റെ അരുവിയുണ്ടെങ്കിൽ നോമ്പ് കാലത്ത് പൂർണ്ണമായി അത് ത്യജിക്കും. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ മാർപ്പാപ്പ നോമ്പുകാല ചിന്തയിലും ഇത് പങ്കുവയ്ക്കുന്നുണ്ട്. കുറ്റാരോപണ സംഭാഷണ ചിന്ത പ്രവർത്തന രീതികൾ. വെളിപാട് 12:10. വെളിപാട് 12:10. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. സക്കറിയ 3:1. സക്കറിയ 3:1. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുന്നിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ആരോപിക്കുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. നമുക്ക് ഈ കാലഘട്ടത്തിൽ വലിയ ദൗത്യമാണുള്ളത്. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ദൗത്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് രക്ഷാകര ചരിത്രത്തിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥകളിലൊക്കെ അവരെല്ലാം ചെയ്തത് വിലപിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. സങ്കീർത്തനം 109:24. സങ്കീർത്തനം 109:24. ഉപവാസം കൊണ്ട് എന്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു, ഞാൻ എല്ലും തോലുമായിരിക്കുന്നു. 2 സാമുവേല് 12:16. 2 സാമുവേൽ 12:16. കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ വെയിൽ നിലത്ത് കിടന്നു. ദാനിയേൽ 9:3. ദാനിയേൽ 9:3. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് ഈ ചാക്ക് വസ്ത്രത്തെ കുറിച്ച് പറയുന്നത്? അവിടെ കുറച്ച് അസൗകര്യങ്ങളുണ്ട്. അതിന്റെ അംശങ്ങള് നമ്മുടെ ത്വക്കിനെ അസ്വസ്ഥപ്പെടുത്തും. നമ്മൾ ചില സൗകര്യങ്ങള്
അനുവദനീയമായത് ഉപേക്ഷിക്കുന്നതാണ് ഉപവാസ ജീവിതശൈലിയുടെ ഒരു പ്രത്യേകത. എസെക്കിയേൽ 4:9-10. എസെക്കിയേൽ 4:9-10. ഗോതമ്പ്, ബാർലി, പയർ, കുബര, തിന, ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുക. നീ വശം ചെരിഞ്ഞു കിടക്കുന്ന കാലം മുഴുവൻ 390 ദിവസവും അത് ഭക്ഷിക്കണം. ഒരു ദിവസം നീ 20 ഷെക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ. അത് പല പ്രാവശ്യമായി കഴിക്കണം. അല്ലാതെ നാം ഇതിനെ ഉദരത്തെ പൂജിക്കുന്നവരായിട്ട് മാറരുത്. ഫിലിപ്പിയർ 3:19. ഫിലിപ്പിയർ 3:19. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനത്തോടുന്നു. റോമ 16:18. റോമ 16:18. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളോട് തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സർവ്വജനത്തിനെ വഴിപിഴപ്പിക്കും. കർത്താവിനോടും സഹോദരനോടുള്ള സ്നേഹം അതിശക്തമാകുമ്പോഴാണ് നാം യഥാർത്ഥ മധ്യസ്ഥരായി മാറുന്നത്. അവർക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് എബ്രായർ 12:1 പറയുന്നത് പോലെയുള്ള സാക്ഷികളാകാൻ പറ്റണം. എബ്രായർ 12:1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിച്ചെത്താം. വിജാതീയനായ രാജാവിന് നെഹമ്യയുടെ ദുഃഖം കാണാൻ സാധിച്ചു. അതാണ് നാം നെഹമ്യ 2:1-2 വായിക്കുക. നെഹമ്യ 2:1-2. അർത്താക്സസ് രാജാവിന്റെ 20-ാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞു പകർന്നു കൊടുത്തു. ഇതിനു മുമ്പ് മാനവദനായി രാജാവിനെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം പാനമായിരിക്കുന്നു? സുദേവതയല്ലാതെ മറ്റൊന്നല്ലിത്. കാരണം ബോധിപ്പിച്ചു നെഹമ്യ രാജാവിനോട്. രാജാവ് ഉടനെ തന്നെ അതിനൊരു മറുപടി കൊടുക്കുന്നതാണ്. അതാണ് നെഹമ്യ 2:4 നാം വായിക്കുക. നെഹമ്യ 2:4. രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? ഉടനെ അപേക്ഷ സമർപ്പിച്ചു. ഇല്ല, അതാണ് ദൈവ മനുഷ്യന്റെ ലക്ഷണം. ദൈവത്തോട് ആരാഞ്ഞു എന്താണ് രാജാവിനോട് പറയേണ്ടത്. നാം അവസരം കിട്ടുമ്പോൾ ദൈവത്തോട് ആരായുകയാണ് ചെയ്യുന്നത്. അത് കിട്ടിയ അവസരത്തിന് ഉള്ള എല്ലാ കാര്യങ്ങളും ദൈവികമല്ലാത്തതും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നെഹമ്യ 2:5. നെഹമ്യ 2:5. സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യുദ്ധയിലേക്ക് അയച്ചാലും. ഉപവാസ ജീവിത ശൈലിയില് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിനോട് ആരാഞ്ഞ് എന്തും ചെയ്യാതെ. ദാവീദിന് ഇത്തരം ഒരു ബുദ്ധിമുട്ട് എല്ലാം കർത്താവിനോട് ആരാഞ്ഞിട്ടാണ് ചെയ്യുന്നത്. 2 സാമുവേൽ 5:19. 2 സാമുവേൽ 5:19. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അവരെ അങ്ങ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, ഫിലിസ്ത്യരെ തീർച്ചയായും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. 2 സാമുവേൽ 2:1. 2 സാമുവേൽ 2:1. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, യൂദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ? 1 സാമുവേൽ 30:8. 1 സാമുവേൽ 30:8. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ? ഞാൻ അവരെ പിടികൂടുമോ? കർത്താവ് അരുളി ചെയ്തു, പിന്തുടരുക, തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും. 1 സാമുവേൽ 22:10. 1 സാമുവേൽ 22:10. അഹിമേലെക്ക് അവന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന് ഭക്ഷണവും ഫിലിസ്ത്യനായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തു. 2 ദിനവൃത്താന്തം 18:4. 2 ദിനവൃത്താന്തം 18:4.
യഥാതീതം ആരായാതെയുള്ള ജീവിത ശൈലിക്കുണ്ടാകുന്ന പ്രത്യാഘാതം. 31:1. ഏഷ്യ 31:1. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോകുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ജെറമിയ 17:5. ജെറമിയ 17:5. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. ഉപവാസ ജീവിത ശൈലി സ്വന്തമാക്കുന്നവരെ ദൈവം വിളിക്കുന്നത് പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് പുനരുദ്ധരിക്കാനുള്ള ദൗത്യമാണ് അവർക്ക് കൊടുക്കുന്നത്. ആ ഒരു ദൗത്യമാണ് രാജാവിന്റെ നിന്ന് അനുവാദമായി വാങ്ങിക്കുന്നത് നെഹെമ്യ. ഇത് തന്നെ നമുക്ക് ഏഷ്യ 58:11 കാണുന്നത്. ഏഷ്യ 58:11. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെയാകും നീ. ഏഷ്യ 58:12. ഏഷ്യ 58:12. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണുയർത്തും. ഒളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ജെറമിയ 1:10. ജെറമിയ 1:10. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ ഇന്ന് ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ട് ശക്തരാകുന്നവർ മധ്യസ്ഥം വഹിക്കുമ്പോഴാണ് ഇത്തരം പുനരുദ്ധാന സഭാചരിത്രത്തിൽ മുഴുവൻ നാം കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന് തടസ്സമായി വരുന്നത് നമ്മുടെ സ്വന്തം ആൾക്കാരും അവിടെ നമ്മുടെ ഉള്ളിലുള്ള ചില പ്രവണത. നെഹെമ്യ 2:19. നെഹെമ്യ 2:19. എന്നാൽ ഹൊറോണ്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ യെശുവും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? രാജാവിനോടാണ് മത്സരം. ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന തിന്മയും നമ്മളെ പരിഹസിക്കും. അതിന്റെയും ചില സ്വരങ്ങളുണ്ടാകും. ജെറമിയ 2:19. ജെറമിയ 2:19. നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയാം. എന്നെ കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. ഏഷ്യ 3:11. ഏഷ്യ 3:11. ദുഷ്ടന് ദുരിതം, അവന്റെ മേൽ തിന്മ വരും, അവൻ ചെയ്തത് അവനോടും ചെയ്യും. ഒബേദിയ 1:15. ഒബേദിയ 1:15. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ നിപതിക്കും. ഇങ്ങനെ പാപം ഹൃദയത്തിൽ ഇങ്ങനെ കുഞ്ഞുകൂടുമ്പോൾ ചെയ്യുന്നത് ഒന്നും തന്നെ ഫലവത്താവാറുണ്ട്. പണിയുന്നേക്കാൾ കൂടുതൽ തകരുന്നത് കാണാൻ സാധിക്കും. ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടമാകുന്നത് കാണാൻ സാധിക്കും. ജെറമിയ 2:21. ജെറമിയ 2:21. തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, ഇനി എങ്ങനെ നീ ദുഷിച്ചു കാട്ടുമുന്തിരിയായി തീർന്നു. ഹഗായി 1:6. ഹഗ്ഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരി മാറുന്നില്ല. കൂലി ലഭിക്കുന്നതിന് അത് ലഭിക്കുന്നത് തോട്ടസഞ്ചിയിലിടാൻ മാത്രം. ഹഗ്ഗായി 1:9. ഹഗ്ഗായി 1:9.
നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തന്റെ ഭവനത്തെ പ്രതി വ്യക്തത കാട്ടുമ്പോൾ എന്റെ ആലയം തന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഏശയ്യാ 5:2. ഏശയ്യാ 5:2. അവനത് ഇളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിന്റെ മധ്യത്തിൽ അവനൊരു കാവൽമാടം പണിതു. മുന്തിരിച്ചക്ക കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ജോബ് 30:26. ജോബ് 30:26. എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു, ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു. ഉള്ളിലുള്ളത് ശുദ്ധീകരിക്കപ്പെടണം, അല്ലാതെ ന്യായീകരിച്ച് എനിക്ക് മാലിന്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മലോകത്ത് ആ താഴ്വാരയിൽ പതിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പാപത്തിന്റെ കാൽപ്പാടുകൾ. നാം കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. അതാണ് നാം ജെറമ്യ 2:23 വായിക്കുന്നത്. ജെറമ്യ 2:23. ഞാൻ മലിനയല്ല, പാലിന്റെ പിറകെ പോയിട്ടില്ല എന്ന് പറയുവാൻ നിനക്ക് എങ്ങനെ സാധിക്കും? താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക, ചെയ്ത കുറ്റം സമ്മതിക്കുക. വിമുക്തിയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ. ജെറമ്യ 4:14. ജെറമ്യ 4:14. ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകി കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ഈ ദുഷിച്ച ചിന്തകളും പേര് നടക്കുക? ജോഷുവ 3:5. ജോഷുവ 3:5. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നാം ഒരിക്കലും ദൈവ പദ്ധതികൾക്ക് ഒരു തടസ്സം നിൽക്കുന്ന വ്യക്തികളായി മാറരുത്. കാരണം ആ ദൈവ പദ്ധതി പൂർത്തിയാകുമ്പോൾ അതിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാതെ പോകും. നമുക്ക് എന്താ അറിവ്? നാം കാണുന്നതും കേൾക്കുന്നതും ദൈവത്തിൽ നിന്നാണോ അതോ മനുഷ്യരിൽ നിന്നാണോ എന്ന്? അപ്പസ്തോല നടപടി 5:39. അപ്പസ്തോല നടപടി 5:39. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു. നെഹെമിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, ദൈവിക ആത്മവിശ്വാസത്തോടുകൂടി പറയുന്ന കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിൽ ഉപവാസ ജീവിത ശൈലി സ്വന്തമാക്കുന്ന സമയത്തുണ്ടാകും. അതാണ് നെഹെമിയ 2:20 നാം വായിക്കുക. നെഹെമിയ 2:20. ഞാൻ മറുപടി നൽകി, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല. ദൈവം എന്നെ കേൾക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം സ്വന്തമാക്കുന്ന ഒരു കാലമാണ് ഉപവാസ കാലം. മിക്ക 7:7. മിക്ക 7:7. എന്നാൽ ഞാൻ കർത്താവിലേക്ക് കണ്ണുയർത്തും, എന്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. സങ്കീർത്തനം 17:6. സങ്കീർത്തനം 17:6. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളൂ. അങ്ങ് ചെവി ചാലിച്ച് എന്റെ വാക്കുകൾ ശ്രമിക്കണമേ. ജെറമിയ 33:3. ജെറമിയ 33:3. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം ഗുണവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഏശയ്യാ 65:24. ഏശയ്യാ 65:24. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. 1 യോഹന്നാൻ 5:14-15.
1 യോഹന്നാൻ 5:14-15. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. ഏശയ്യ 58:9. ഏശയ്യ 58:9. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഉപേക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് ഉപവാസ ജീവിത ശൈലിയിലേക്ക് വളർച്ചയില് നമ്മളിലേക്ക് കടന്നു വരേണ്ട ചില ബോധ്യങ്ങളാണ്. മർക്കോസ് 11:24-25. മർക്കോസ് 11:24-25. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. വിരോധം പൂർണ്ണമായി ഉപേക്ഷിച്ച് മനസ്സാക്ഷിയെ നിർമ്മലമാക്കേണ്ട കാലമാണ് ഉപവാസ. പ്രഭാഷകൻ 28:2. പ്രഭാഷകൻ 28:2. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. ദൈവിക ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയ നെഹമിയ 52 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. നമുക്കുള്ള നോമ്പുകാലവും കുറെ കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പൂർത്തീകരിക്കാനുള്ളത്. നെഹമിയ 6:15-16. നെഹമിയ 6:15-16. അങ്ങനെ 52-ാം ദിവസം എലൂൾ മാസം 25-ാം ദിവസം പണി പൂർത്തിയായി. ഇതറിഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു. അവർക്ക് ആത്മവിശ്വാസം നശിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി. നോമ്പുകാലം കഴിഞ്ഞാൽ ഈ വിശ്വാസ രഹസ്യങ്ങൾ ആഘോഷിക്കാനുള്ളവരും കൂടിയാണ്. ആ ആഘോഷം എങ്ങനെയാകണമെന്ന് നെഹമിയ 8:18 നാം വായിക്കുന്നത്. നെഹമിയ 8:18. ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വായിച്ച് കേൾപ്പിച്ചു. 7 ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു. നിയമമനുസരിച്ച് 8-ാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു. ഉപവാസ കാലത്ത് ഈ ദൈവിക പദ്ധതിക്ക് അനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി സ്വന്തമാക്കാൻ, അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ശക്തരായ മധ്യസ്ഥരും ലോകത്തെ പുനരുദ്ധരിക്കുന്നവരായി മാറാനുള്ള കൃപയാച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.